ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. രജനീകാന്തിന്റെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത സിനിമയാണല്ലോ കൂലി. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട വിജയിക്കാനാവാതെ പോയ സിനിമയുടെ ടെലിവിഷൻ പ്രീമിയർ അപ്ഡേറ്റുകൾ വന്നിരിക്കുന്നു. കൂലിയുടെ തമിഴ് ടെലിവിഷൻ പ്രീമിയർ ദീപാവലി പ്രമാണിച്ച് സൺ ടിവിയിൽ നടക്കുന്നതാണ്. അതേസമയം മലയാളം ടെലിവിഷൻ സംരക്ഷണ അവകാശം സൂര്യ ടിവിയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ക്രിസ്മസിനായിരിക്കും കൂലിയുടെ ടെലിവിഷൻ പ്രീമിയർ. ഇന്ന് തമിഴിലെ അടുത്തൊരു വൻ സിനിമയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനം വരേണ്ടിരുന്ന ദിവസമായിരുന്നല്ലോ. അത് പൂരി സേതുപതി എന്ന് താൽക്കാലികമായിട്ട് പേരിട്ടിരുന്ന സിനിമയുടെ ടൈറ്റിൽ, ടീസർ, വീഡിയോ ലോഞ്ച് എല്ലാം തന്നെയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നടന്ന ആൾക്കൂട്ട ദുരന്തത്തെ തുടർന്ന് ആ ലോഞ്ച് മാറ്റിവെച്ചിരിക്കുകയാണ്. പുതിയ ഡേറ്റ് ഉടനെ തന്നെ അറിയിക്കും. വിജയ് സേതുപതി നായകനായി എത്തുന്ന സിനിമ പൂരി ജഗന്നാഥാണ് സംവിധാനം ചെയ്യുന്നത്. തെലുഗു ഭാഷയിൽ നിന്നുള്ള വിവിധ സിനിമകളുടെ അപ്ഡേറ്റുകൾ വന്നിരിക്കുന്നു. അതിലൊന്ന് ദി പാരഡൈസ് എന്ന നാനി നായകനായി എത്തുന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. നാനിയുടെ അടുത്ത സിനിമ അടുത്ത വർഷം മാർച്ച് 26 സിനിമയുടെ പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. നാനിയും പൃഥ്വിരാജും ഒരുമിക്കുകയാണ് ഒരു സിനിമയ്ക്കായിട്ട് എന്നൊരു റിപ്പോർട്ട് വന്നിരിക്കുന്നു. സിനിമ സംവിധാനം ചെയ്യുക കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ ഓജിയുടെ സംവിധായകൻ സുജിത്താണ്. സിനിമയിലെത്തിയിട്ട് 18 വർഷങ്ങൾ തികച്ചിരിക്കുകയാണ് രാം ചരൺ. അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സിനിമ പെഡ്ഡി എന്ന വൻ സിനിമയുടെ പുതിയ പോസ്റ്റർ റിലീസ് ആയിരിക്കുന്നു. അടുത്ത വർഷം മാർച്ച് 27 സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. പ്രഭാസിന്റെ ദി രാജ സാബ് എന്ന സിനിമയുടെ കാത്തിരുന്ന ട്രെയിലർ അപ്ഡേറ്റ് വന്നിരിക്കുന്നു. നാളെ സെപ്റ്റംബർ 29 സിനിമയുടെ ട്രെയിലർ റിലീസ് ആകുന്നു. വൈകിട്ട് 6 മണിക്കാണ് ട്രെയിലർ റിലീസ് ആകുക. 3 മിനിറ്റ് 30 സെക്കൻഡ് ഡ്യൂറേഷനുള്ള ട്രെയിലർ ഒക്ടോബർ 2 മുതൽ കാന്താരയോടൊപ്പം തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കും. രാവണ പ്രഭു ലാലേട്ടന്റെ അടുത്ത തിയേറ്ററുകളിൽ റിലീസിനായിട്ട് ഒരുങ്ങുന്ന സിനിമയാണല്ലോ. അടുത്തയാഴ്ച ഒക്ടോബർ 10 സിനിമയുടെ റിലീസ് എങ്കിൽ പോലും അതിനും ഒരു ദിവസം മുന്നേ ഒക്ടോബർ 9 എറണാകുളത്തെ കവിത തിയേറ്ററിൽ സിനിമയുടെ ആദ്യ പ്രദർശനം ആരംഭിക്കുമെന്നൊരു റിപ്പോർട്ട് വരുന്നു. ഇതിനിടയിൽ സിനിമയുടെ കേരളത്തിലെ ആദ്യ ഷോ രാവിലെ 7:30 മുതൽ ആരംഭിക്കുന്നതാണ്. അപ്പോൾ കാത്തിരിക്കാം രാവണ പ്രഭുവിന്റെ റിലീസ് തരംഗത്തിനായിട്ട്.